നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. തന്റെ ശിക്ഷ മരവിപ്പിക്കണമെന്ന സുനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. ശിക്ഷ മരവിപ്പിക്കാൻ തക്കതായ യാതൊരു അസാധാരണ സാഹചര്യവുമില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഹർജി തള്ളിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്നായിരുന്നു ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആവശ്യം. എന്നാൽ നടന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്നും ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്നും വിചാരണ കോടതി കണ്ടെത്തിയെന്നും അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശിക്ഷ മരവിപ്പിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചു കാണുന്നുവെന്ന് കരുതപ്പെടുമെന്നും നടി വാദിച്ചു. അതേസമയം പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കരുതെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. ഒന്നാം പ്രതി കൊടും ക്രിമിനലാണ്. തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതിന് പ്രതിക്ക് കോടതി പിഴയിട്ടിട്ടുണ്ട്. സുപ്രീം കോടതി ജാമ്യം നൽകിയിറങ്ങി 1 മാസമാകും മുൻപ് പ്രതി വീണ്ടും മറ്റൊരു കേസിൽ പ്രതിയാവുകയും ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങൾ കണക്കിലെടുത്താണ് ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൾസർ സുനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. 20 വർഷത്തെ കഠിന തടവ് വിധിച്ച വിചാരണ കോടതി വിധിയിൽ പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധത കണ്ടെത്താൻ സാധിച്ചില്ലെന്നും പൊതുജന താൽപര്യവും സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതവും പരിഗണിക്കുമ്പോൾ ശിക്ഷ മരവിപ്പിക്കാൻ തക്കതായ യാതൊരു അസാധാരണ സാഹചര്യവും പ്രതിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതി 8 വർഷത്തോളമായി ജയിലിൽ കഴിയുന്നു എന്നത് മാത്രം ശിക്ഷ മരവിപ്പിക്കാനുള്ള അസാധാരണ സാഹചര്യമായി കണക്കാക്കാൻ കഴിയില്ല. പ്രതിക്കെതിരെ ഗുരുതരമായ 11 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. മുൻപ് ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ഹോട്ടലിൽ അടിപിടിയുണ്ടാക്കി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതായും കോടതി നിരീക്ഷിച്ചു. ഇരയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച DNA പ്രൊഫൈൽ പ്രതിയുടേതായി പൊരുത്തപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ശരിവെക്കുന്നു. പണം വാങ്ങിയ ഒരു നടിയെ ആസൂത്രിതമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അതീവ ക്രൂരവും അപജയവുമുള്ള കുറ്റകൃത്യമാണ്. ഇത് സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും മേലുള്ള കടന്നുകയറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.